കുറച്ച് ദിവസമായിട്ട് ഞാൻ ഭയങ്കര മടിച്ചായി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. പ്രോപ്പറായിട്ട് ഒരു കാര്യം നടക്കുന്നില്ല. നമ്മുടെ ഡയറ്റിങ് നടക്കുന്നില്ല. അതുപോലെ തന്നെ എക്സസൈസോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. വെയിറ്റ് ലോസ് ചലഞ്ചൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു. ഓണപ്പൂട്ടിൻ്റെ ആ സമയത്ത് അങ്ങോട്ട് നിർത്തിയതാണ് കേട്ടോ. വീട്ടിൽ പോലും ഓണപ്പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ 2 ദിവസമായിട്ട് നമ്മുടെ ഈ ഓൺലൈനായിട്ടുള്ള എക്സസൈസിൻ്റെ അതിൽ വീണ്ടും ഞാൻ ചേർന്നിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്കിലും പ്രോപ്പറായിട്ട് നടക്കട്ടെ എന്ന് കരുതി. കാരണം നമ്മുടെ ഈ തിരക്കാണ്. ഇപ്പോൾ മക്കളെല്ലാവരും ഉണ്ട്. ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ആ ഡയറ്റ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പക്ഷേ ഇതെങ്കിലും എക്സസൈസെങ്കിലും നടക്കണ്ടേ, അത് വിചാരിച്ച് ഞാൻ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 മണിക്കൂറെങ്കിലും തിരക്കിൻ്റെ ഇടയിലും പണികൾക്കിടയിൽ 1 മണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കണ്ടേ. അപ്പോൾ അങ്ങനെ എക്സസൈസ് കഴിഞ്ഞ് 1 മണിക്കൂറത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ നല്ലൊരു കട്ടൻ കാപ്പി, മധുരമിടാത്ത ഒരു കട്ടൻ കാപ്പിയും പിന്നെ അപ്പോൾ എക്സസൈസ് കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര വിശപ്പാട്ടോ. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിക്കാൻ നിന്നപ്പോഴാണ് ഐറൂസ് വന്നത്. അവനൊരു കഷ്ണം കൊടുത്തിട്ട് അവൻ അടങ്ങുന്നില്ല, അവന് ഫുള്ളായിട്ട് കിട്ടണം. എന്തായാലും അവൻ അത് വാങ്ങിപ്പോയി. ഞാൻ പിന്നെ വെറും കട്ടൻ കാപ്പി കുടിച്ചു കേട്ടോ. അത് കുടിച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു കിച്ചണിൽ, അതൊക്കെ ഒന്ന് തീർക്കട്ടെ എന്ന് കരുതി വന്നു. അപ്പോഴേക്കും ഇതും പിന്നെ ഓക്ക് പാട്ടിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ രാത്രിയാണ്, കലാമേളയൊക്കെ വരില്ലേ, അപ്പോൾ ഓക്ക് അതിൻ്റെ പ്രാക്ടീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞോളൊരു 9:30-10 മണിയായപ്പോൾ ഓളെത്തി. പിന്നെ ഐറൂസ് ഓള് കളിക്കുന്ന നേരം ഞാൻ കുറച്ച് പണികൾ ഇവിടെ തീർക്കുകയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ രാത്രി ഐറു ഉറങ്ങണമെങ്കിൽ 11 മണി 12 മണി അങ്ങോട്ട് ആവുകയെന്നല്ലാതെ ഇങ്ങോട്ട് വരൂല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഓർക്കൊഴിച്ച് നിൽക്കില്ല. അപ്പോൾ രാവിലത്തെ കുറച്ച് പണികളൊക്കെ നമ്മളിപ്പോൾ തീർത്ത് വെച്ചാൽ രാവിലെ ആ തിരക്ക് പിടിച്ച് എഴുന്നേറ്റ് അത് ചെയ്യണ്ടല്ലോ. എന്തായാലും ഇപ്പോൾ ഞാൻ കിടക്കണമെങ്കിൽ 12-1 മണിയൊക്കെ ആവാറുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് മുളകിട്ട് വെച്ചു. പിന്നെ ദോശയ്ക്കുള്ള അരി ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ അരച്ച് വെച്ചു. അപ്പോൾ രാവിലെ നമുക്ക് എന്തെങ്കിലും നല്ല സുഖമാണ്. കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ലല്ലോ, ഏതെങ്കിലും ഒരു സമയം ഒന്ന് ഉറങ്ങണ്ടേ അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ വേഗം അങ്ങനത്തെ പണികളൊക്കെ തീർത്തു. ഇടയ്ക്ക് ഇങ്ങനെ ഐറൂസ് വരുന്നുണ്ട്, അവന് ഫുഡ് കൊടുക്കുന്നുണ്ട്, പാല് കൊടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ചപ്പോഴേക്കും മോള് പിന്നെ ഐറൂസിനെ കൊണ്ട് ഉറക്കാൻ പോയി. പിന്നെ എൻ്റെ പണികളൊക്കെ തീർന്നപ്പോൾ ഞാനിത് ആ മേലൊക്കെ കഴുകി. ഞാൻ 100-110 കിലോനുള്ള സമയത്തുള്ള നൈറ്റിയാണ്, അതൊക്കെ ഇട്ടുന്ന ലൂസായിട്ടുള്ള നൈറ്റൊക്കെ ഇട്ട് കിടക്കുമ്പോൾ ഒരു വേറെ സുഖമാണ് അല്ലേ. പിന്നെ ഞാൻ എൻ്റെ നൈറ്റ് നമ്മൾ സ്കിൻ റുട്ടീനായി ഞാൻ രാത്രി ഒന്ന് അലോവേര ജെല്ലൊക്കെ തേച്ച് കിടക്കും. അപ്പോൾ അതുവരെ ഇത് മുന്നേ വെയിറ്റ് ചെയ്ത് നിൽക്കട്ടോ. 12 മണിയാവാനായിട്ടുണ്ട്. ഞാൻ കടന്നിട്ട് ഓളിൻ്റെ ഒപ്പം ഉറങ്ങുള്ളൂ. വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും കിടക്കട്ടെ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.